നിങ്ങൾ എത്ര ആൾക്കാർ ഈ വാർത്ത അറിഞ്ഞുവെന്നറിയത്തില്ല. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചതായിട്ടുള്ള ഒരു വിധിയാണ്. അമേരിക്കയുടെ ബൈഡൻ കാലയളവില് ഹെയ്ത്തി എന്ന് പറയുന്ന ആ രാജ്യത്ത് നിന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായിട്ടുള്ള ആളുകളാണ് ഈ അമേരിക്കയിലേക്ക് കുടിയേറിയത്. അവിടെ നടന്നതായിട്ടുള്ള ഭൂകമ്പം, അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസും ഒക്കെ കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിരുന്നത്. അന്നത്തെ ആ ഭരണകൂടം ടെമ്പററി റെസിഡൻഷ്യൽ വിസ കാറ്റഗറിയിൽ അവർക്ക് അമേരിക്കയിൽ താമസിക്കാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ പ്രതിവർഷം ഏതാണ്ട് $4.4 ബില്യൺ ആണ് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം അമേരിക്കൻ ഗവൺമെന്റ് ചെലവാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ട്രംപ് ഗവൺമെന്റ് കയറി അതെല്ലാം സ്ട്രിക്റ്റ് ആക്കി പല ആളുകളെയും നാട് കടത്തുന്നതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സുപ്രീം കോടതി തന്നെ ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഓഗസ്റ്റ് 5-ാം തീയതിയോടുകൂടെ അങ്ങനെയുള്ള ടെമ്പററി വിസ കാറ്റഗറിയിലുള്ള എല്ലാ ഹെയ്ത്തി നിവാസികളായിട്ടുള്ള ആളുകൾ എത്രയും വേഗം രാജ്യം വിട്ടു പോകണമെന്നുള്ള സ്ട്രിക്റ്റ് ഓർഡറാണ് അമേരിക്കയുടെ സുപ്രീം കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർക്കറിയാം അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇനിയും അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൽ അവർക്ക് തുടർന്നു പോകാനായിട്ട് കഴിയുന്നതല്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്ന് വന്നതായിട്ടുള്ള അഭയാർത്ഥികൾ അവർ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് അവർക്ക് താമസിക്കാൻ പറ്റിയ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യമാണ് കാനഡ. എങ്ങനെയെങ്കിലും കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് എങ്ങനെയെങ്കിലും കയറിക്കൂടുക. ഇവിടെ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ അഭയാർത്ഥി കാറ്റഗറിയിൽ അവർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇവിടുന്ന് എന്തായാലും അവരെ ഒരിക്കലും പുറത്താക്കത്തില്ല. നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള സ്റ്റുഡന്റ് ആൾക്കാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഈ കഴിഞ്ഞ കുറച്ച് കാലയളവായിട്ട് ഇവിടുന്ന് എല്ലാവരും പാക്ക് ചെയ്യുന്നെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും വഴിയിൽ അഭയാർത്ഥികളായി കടന്നുകൂടിയിട്ടുള്ള മറ്റു രാജ്യത്തുള്ള ആളുകൾ അനേക ആയിരങ്ങളെയാണ് ഇപ്പോൾ കാനഡ ഇവിടെ അഭയം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ കാനഡ തന്നെ ആ ഒരു ലിസ്റ്റ് പുറത്തുവിടുന്നത് 2024 മാത്രം ഏതാണ്ട് 8,000-ത്തിനടുത്ത ആളുകളാണ്, അതായത് ഹെയ്ത്തി നിവാസികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നത്. അത് 2025 ആയപ്പോൾ 15,000-ത്തിനടുത്തായി, 15,000. 2026 നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ തള്ളിക്കയറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇവിടുത്തെ കാനഡിയൻ ബോർഡർ സെക്യൂരിറ്റി വരെ ഇപ്പോൾ അവർ മുൻകൂട്ടി കാണുന്നത്. 2023 അമേരിക്കയും കാനഡയും തമ്മിലുള്ള ഒരു ബോർഡർ സെക്യൂരിറ്റി എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് ആക്ട് പ്രകാരം അങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത് വരുന്നതായിട്ടുള്ള ആളുകളെ അവരെ കൈയോടെ തന്നെ പിടിച്ച്, അതായത് അമേരിക്കയ്ക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളതാണ് നിയമം. എന്നാൽ അവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് കടന്നു കയറിയാൽ പിന്നെ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് അഭയാർത്ഥികളായിട്ടുള്ള ആ ഒരു വിസ കാറ്റഗറിയിലേക്ക് അവർക്ക് കൊടുക്കാം. അങ്ങനെ ഇവർക്ക് മുന്നോട്ട് ജീവിതം പോകാനായിട്ട് കഴിയും. അതിപ്പോൾ ഇവിടെ ഒരു സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഹെയ്ത്തി എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തുനിന്ന് വലിയ കൊടും ക്രിമിനൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ രാജ്യത്തിലേക്ക് അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിനോടകം തന്നെ 10,000-കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് വന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. എന്നാൽ ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു നിയമം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ ഒരു നിയമം വന്നതോടുകൂടെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ കാനഡയ്ക്ക് വളരെ നിർണായകപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നിലവിലുള്ള ആളുകളുടെ ജീവിതം തന്നെ വളരെയധികം ദുസ്സഹനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയും വീണ്ടും ലക്ഷക്കണക്കിന് ഇങ്ങനെയുള്ള അഭയാർത്ഥികൾ വീണ്ടും ഈ രാജ്യത്തേക്ക് കുത്തിക്കയറി വന്നാൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. എന്തായാലും കാനഡിയൻ ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ എന്താണ് തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും നമുക്ക് കാണാം. നെയിം സൗണ്ട് ടെക്സി ജോയ്. Bye.